ഇനി ഒരു 5 മിനിറ്റ് പോലും വേണ്ട. എന്ത് എളുപ്പമാണെന്നോ, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പ്രീമിക്സ് തയ്യാറാക്കി വെച്ചാൽ മതിയാകും. മാസങ്ങളോളം കേടാകാതിരിക്കും. നമുക്ക് എപ്പോൾ തോന്നുന്നു മിനിറ്റുകൾക്കുള്ളിൽ ഉപ്പുമാവ് റെഡി. വീണ്ടും എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയും ക്യാരറ്റും ഒന്നും വഴറ്റണ്ട. പൊടിയെടുക്കുക, പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയാകും. നമ്മൾ എടുക്കുന്ന പൊടിക്ക് എത്ര വെള്ളം ഒഴിക്കണമെന്നുകൂടി ഞാനിതിൽ ഉപ്പുമാവ് കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ള കടായി എടുക്കാൻ നോക്കണം. 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം. 1 സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്ന ഉടനെ തന്നെ കടലപ്പരിപ്പ് ചേർക്കുക. 2 ടീസ്പൂൺ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഉഴുന്നുകൂടി ചേർക്കുക. അതും 2 സ്പൂൺ ചേർക്കുക. ചിലർക്ക് പരിപ്പ് ചേർക്കുന്ന ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർക്ക് പരിപ്പ് ചേർക്കേണ്ടെന്ന് വയ്ക്കുക. ബാക്കിയുള്ള സ്റ്റെപ്പെല്ലാം അതുപോലെ ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പരിപ്പൊന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരാൻ തുടങ്ങും. എന്നിട്ട് വേണം അടുത്ത് ചേർക്കാനായിട്ട്. ഉഴുന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് കുറച്ചേറെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അതായത് 4-5 വറ്റൽമുളക് ചേർക്കുക. കൂടെ തന്നെ 2 ടീസ്പൂൺ ഫുള്ളായിട്ട് കൊത്തിയരിഞ്ഞ് ഇഞ്ചി, ഒരു 6-7 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. കുറേയേറെ കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കിയെടുക്കുക. ഇഞ്ചിയുടെ ആ പച്ചക്കുത്തലൊന്ന് മാറാൻ വേണ്ടിയാണ്. ഞാനിവിടെ 1 കിലോ റവയാണ് പ്രീമിക്സ് തയ്യാറാക്കുന്നത്. അതിനുള്ള അളവാണ് കാണിക്കുന്നത്. ഒരു 10 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്യാരറ്റ് ചേർക്കാം. 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. കൊത്തിയരിഞ്ഞത് ചേർക്കുക. അതേ അളവിൽ തന്നെ സവാളയും ചേർത്തിട്ടുണ്ട്, 1 കപ്പ്. ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടെ തന്നെ പരിപ്പൂടെ കുറച്ച് മൂക്കാനുണ്ട്. അതുകൂടെ അങ്ങ് ആ കൂട്ടത്തിലങ്ങ് മൂത്ത് വന്നോളും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഇനി നല്ലവണ്ണം ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ വഴറ്റിയെടുക്കണം. ആ സവാള നല്ലവണ്ണം ഒന്ന് വഴന്ന് വരണം അതുവരെ. ഇനി ഉള്ളിയൊക്കെ നല്ലവണ്ണം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. കൂടെ തന്നെ പച്ചമുളകും ചെറുതായിട്ടിങ്ങനെ അവിടെ എവിടെയായിട്ടൊക്കെ പൊരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അതാണ് ഒരു കറക്റ്റ് പരുവം. കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പും പാകത്തിന് മൂത്തിട്ടുമുണ്ട്. ഇത്രയും വരെ വഴറ്റിയെടുക്കണം. ഇത്രയും വഴറ്റിയെടുത്തതിന് ശേഷം വേണം റവ ചേർക്കാനായിട്ട്. അപ്പോൾ ഈ പ്രീമിക്സ് മാസങ്ങളോളം കേടാകാതിരിക്കും. ഇതെങ്ങനെ സൂക്ഷിക്കണമെന്ന് കൂടി ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിൽ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി ഇതിലോട്ട് റവ ചേർക്കാം. ഇത് 1 കിലോ റവയുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. വറുത്തതായാലും വറുക്കാത്തതായാലും ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്താൽ മതി. ഇനി മഞ്ഞ കളർ ഉപ്പുമാവിന് വേണമെന്നുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കാം. കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് ചേർത്താണ് പ്രീമിക്സ് തയ്യാറാക്കുന്നത്. നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരല്പം ഉപ്പിൻ്റെ വ്യത്യാസമേ കാണത്തുള്ളൂ. അത് അപ്പോൾ ചേർത്താൽ മതിയല്ലോ. ഇനി തീയെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക. കൂട്ടി കൊടുക്കരുത്. അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ നന്നായിട്ട് ചൂടായി കിട്ടണം. ഏകദേശം ഒരു 3-4 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇത് 1 കിലോയുടെ അളവിലാണ് ഈ ഒരു സമയം പറഞ്ഞത്. ഇത് കൂടുതൽ എടുക്കുന്നെങ്കിൽ 1-2 മിനിറ്റ് കൂടെ കൂടുതലായിട്ട് വേണ്ടി വരും. വറുക്കാത്ത റവയാണെങ്കിലും 1-2 മിനിറ്റ് കൂടെ കൂടുതലെടുക്കും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇതിൽ പരിപ്പ് കൂടുതലായിട്ടൊക്കെ തോന്നും. ഇത് ഒട്ടും കൂടുതലല്ല, കറക്റ്റ് പരിപ്പാണ്. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പുമാവായി കഴിയുമ്പോൾ പരിപ്പിൻ്റെ അളവ് കറക്റ്റാണ്. കൂടുതലായിട്ടൊന്നും തന്നെയില്ല. പരിപ്പിൻ്റെ അളവ് കുറച്ച് ചേർക്കേണ്ടവർക്ക് കുറച്ച് ചേർക്കാം. വേണ്ടാത്തവർക്ക് പരിപ്പ് ചേർക്കണ്ട. റവ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ റവ കാണുമ്പോഴേ നമുക്കറിയാം റവ കുറച്ചുകൂടി ഒന്ന് പൊരിഞ്ഞ് വന്നതായിട്ട് നമുക്ക് തോന്നും. അതുവരെ വറുത്തെടുക്കണേ. ഇതുപോലെ നല്ലവണ്ണം വറുത്ത് വയ്ക്കുകയാണെങ്കിൽ റവ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരിക്കും. കട്ടകളില്ലാതെ ചെയ്തെടുക്കാം. ഇതിപ്പം ഞാൻ പറഞ്ഞ അളവിൽ റവ നന്നായിട്ട് ചൂടായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി നിരത്തിയിടുകയോ അതേ പാത്രത്തിൽ തന്നെ വെച്ച് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം മാത്രമേ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാസങ്ങളോളം കേടാകാതിരിക്കും. ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതിലും കൂടുതൽ നാളുകൾ കേടാകാതിരിക്കും.
ഇനി ഇത് വെച്ച് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിക്കാം. ഞാൻ ഇതിൽ നിന്നും 250 ml ഒരു കപ്പ് ഇപ്പോൾ പ്രീമിക്സ് എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ ഉപ്പുമാവിൻ്റെ പ്രീമിക്സ് എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത്. ഇപ്പോൾ ബൗളായാലോ ഗ്ലാസ് ആയാലോ ഒന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു കപ്പ് കറക്റ്റായിട്ട് ലെവലിൽ എടുത്തിട്ടുണ്ട്. അടുപ്പിൽ കടായി വെച്ചിട്ടുണ്ട്. പ്രീമിക്സ് ചേർക്കാം. ഞാനിപ്പോൾ ഈ കപ്പാണല്ലോ എടുത്തത്. ഈ കപ്പിന് തന്നെ ലെവലായിട്ട് തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. തിളയ്ക്കാൻ വേണ്ടി സൈഡിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റവ അല്പം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത് ഫ്രിഡ്ജിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തണുത്തിരിക്കുമല്ലോ, അതൊന്ന് ചൂടാകാൻ വേണ്ടി കുറച്ച് സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് വെള്ളവും തിളയ്ക്കും. തണുപ്പൊക്കെ മാറിയിട്ട് ചൂടായോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. നല്ലോണം ചൂടായി. ഇതിനെ ഒന്ന് നിരത്തിയിടുക. ഇനി നല്ലവണ്ണം വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം വേണം ഇതിലൊഴിക്കാനായിട്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മുകളിലോട്ട് വെള്ളം ഒഴിക്കാം. തീയെ നല്ലവണ്ണം കുറച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം. ആ റവയുടെ എല്ലാ ഭാഗവും ഒരുപോലെ നനവ് ഉണ്ടാകണം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. തീ കൂട്ടുകയേ വേണ്ട, തീ കുറച്ച് തന്നെ ഇടുക. ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, നമ്മൾ സൈഡിലത്തെ അടുപ്പിൽ വെള്ളം കറക്റ്റ് ഒഴിച്ചാണ് വെട്ടി തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ തിളച്ച് വറ്റും, വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ തിളച്ച ഉടനെ ഒഴിക്കുന്ന രീതിയിൽ ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് വെക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് കുറഞ്ഞ തീ തന്നെ ഈ ഒരു അളവിന് 3 മിനിറ്റ് മതിയാവും ഉപ്പുമാവ് റെഡിയാകാനായിട്ട്. അതിൽ ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും തട്ടിപ്പൊത്തിട്ട് അതേ കുറഞ്ഞ തീ തന്നെ ബാക്കി 1.5 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വയ്ക്കണം. അപ്പം നല്ല സോഫ്റ്റായിട്ട് ഒന്നൊന്നേ തൊടാതെ ഉപ്പുമാവ് റെഡിയാകും. ഇതുപോലെ ഒരു കപ്പ് ഉള്ളെങ്കിൽ ഒരു 3 മിനിറ്റ് മതിയാകും. ഒരു 2 കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് കൂടെ കൂടുതലായിട്ട് എടുക്കും ഇതുപോലെ മൂടി വയ്ക്കുന്ന സമയം. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങ ചേർക്കുന്നവരാണെങ്കിൽ കുറച്ച് തേങ്ങയുടെ ഈ സമയത്ത് ചേർക്കാം. ഇളക്കുന്നതിന് മുമ്പായിട്ട് അല്പം നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് താല്പര്യമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി നല്ലോണം ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. ഇതൊന്നൊന്നേ തൊടാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കട്ട കാണുന്നുണ്ടെങ്കിൽ തവി വെച്ചൊന്ന് കുത്തി വിട്ടാൽ മതി. അത് പെട്ടെന്ന് പൊട്ടി വരും. നിങ്ങൾക്കിങ്ങനെ പിരിപിരാന്ന് വേണ്ട, കുറച്ച് കുഴഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് പകരം 1.25 കപ്പോ 1.5 കപ്പോ വെള്ളം ചേർക്കാവുന്നതാണ്. 1.5 കപ്പ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കുഴഞ്ഞിരിക്കും. അതേ ഉള്ളൂ വ്യത്യാസം. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ സമയത്ത് പഞ്ചസാര ഒടിഞ്ഞത് വെതറിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. കറിയൊന്നും ഇല്ലെങ്കിലും നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.